പാവപ്പെട്ട ജനങ്ങളെ ഇത്രയും നിങ്ങൾ വാങ്ങിയിട്ട് ഇത്രയും ആളുകൾ വന്നുകൊണ്ട് നിങ്ങൾ പറയുന്നു എല്ലാത്ത ആളുകളും നിങ്ങൾ എന്താ പറയാ ഒരു കസ്റ്റമർ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചേക്കുന്നത് നമ്മുടെ കസ്റ്റമർ ഐഡിയിൽ ഇപ്പൊ നമുക്ക് പഴയ ആളുകൾ ക്ലോസ് ആയി പോയ ആളുകളുടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ലോൺ ഇപ്പൊ കസ്റ്റമർ ഐഡിയിലുള്ള ആളുകളുടെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് ശരിക്കും നമുക്ക് ഇവിടുന്ന് കറക്റ്റ് നമുക്ക് ഇവിടുന്ന് ബ്രാഞ്ചിൽ നിങ്ങളിപ്പോ ഇവിടെ വന്ന ആളുകളോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഔദ്യോഗികമായി മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ ഇവിടെ. മാധ്യമ പ്രവർത്തകർ കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ കമ്പനി ഈ പ്രശ്നം ഉള്ള ആളുകളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടണം. നിങ്ങൾക്ക് ഒരു പരസ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള എല്ലാ പത്രത്തിനും ഓണത്തിന് ഓഫറുണ്ട്, അതിന് ഓഫറുണ്ട്, ഇതിന് ഓഫറുണ്ട് നമ്മൾ പത്രം പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ. ആളറിയാത്തോണ്ടാണ് പറയാൻ വേണ്ടിയുണ്ടോ? ആളുകളെ പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത് ഞങ്ങളെ സംഘടനാ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ഇത് നിങ്ങൾ കാരണം ഒരു രാത്രി സിബില് ചെക്ക് ചെയ്യുമ്പോൾ 15 ലക്ഷം രൂപ ലോണ് കയറിയെന്ന് ഒരാള് തിരിച്ചറിയുന്നു. അയാൾ അന്നേരം ആത്മഹത്യ ചെയ്തിരിക്കുന്ന കമ്പനി എന്ത് ചെയ്യാം? നിങ്ങൾ പറ. അയാൾ ആത്മഹത്യ ചെയ്യാണ്. അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന കമ്പനി പറയോ കമ്പനീന്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാന്ന്? ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല സാധനം. നിങ്ങൾ നാട്ടുകാരോട് വളരെ അടിയന്തര ഉറപ്പിറക്കിയിട്ട് നാട്ടുകാരോട് പറയണം കമ്പനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് ഇരയായിട്ടുള്ള ആളുകൾ ക്ലിയർ ചെയ്യാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ശ്രീരാമന്റെ ഒരു ലെറ്റർ പാഡിലോ കാര്യം. ഇനി നിങ്ങൾ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിന് എവിടെ നിന്നാണെങ്കിലും വളരെ അടിയന്തരമായിട്ട് ചെയ്യണം. കാരണം സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെ ആളുകൾ അധികവും, കാരണം ഒരു സാധാരണ നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ലോണ് കിട്ടാത്ത ആളുകളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളെ പലിശനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. ദൈനംദിനം കൂലിപ്പണിക്ക് പോയിട്ട് ജീവിതം മുമ്പോട്ടേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ്. അവരൊരു രാത്രി പെട്ടെന്ന് 20 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ലോണ് കയറിയെന്ന് പറഞ്ഞാൽ മനക്കെട്ടിയില്ലാത്ത ഇത് താങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ നാട്ടുകാരോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. ഇവിടെ നിലവിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും NOC കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ മാനേജറാണ്, വയനാട്ടുകാർ തന്നെയാണ് ജോലി ചെയ്യുന്നവർ. ഇവിടേക്ക് എനിക്ക് കണ്ടുപരിചയമുണ്ട്. ഞാൻ പണ്ടിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇഷ്യൂ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സെർവറിൽ വന്നൊരു ഇഷ്യൂ ആണ്. ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ സാധാരണ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ആൾക്കാർ ലോൺ ചെയ്യുന്ന പോലെ തന്നെയാണ്. പണ്ടത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബുക്കിൽ സൈൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സെറ്റിലാണ് ലോൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഈ എഗ്രിമെന്റിലേക്ക് മാറുകയാണ്. അപ്പോൾ ബാങ്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ മൊബൈലിലേക്ക് അതിൻ്റെ ലിങ്ക് വരും. നമുക്ക് അതിൽ കയറി ചെക്ക് ചെയ്തിട്ട് ലോൺ അമൗണ്ട് അതിൻ്റെ ടെൻഡർ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്വന്തം അപ്ലൈ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെർവർ മാറ്റിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 1-ാം തീയതി തൊട്ടിട്ട് അതിൻ്റെ ഒരു ട്രയൽ നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ സെർവറിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഇത്. അതായത് അങ്ങനെ വന്നൊരു മിസ്റ്റേക്കിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഴയ ഡാറ്റകൾ കുറേ മാറിക്കഴിഞ്ഞില്ല. അപ്പോൾ മാറിക്കഴിഞ്ഞെന്ന് പറയാൻ കാരണം ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഡാറ്റയിലേക്കും ഇത് വന്നിട്ടില്ല. ഇത് ലോണായിട്ട് കയറിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് ആർക്കാണ് കൊടുത്തതെന്നോ ഇതിന് ലോൺ നമ്പറോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റാത്തത്. പക്ഷേ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിയൻ നമ്മളിപ്പം സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്.
7, 8, 9, 10 സ്കോളർഷിപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അസോസിയേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസോസിയേഷനിൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും. അപ്പൊ അവരിപ്പോൾ ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ നമുക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ലോണുകൾ കഴിയും. അപ്പൊ അത് ഇഷ്യൂ ആവുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ലോൺ കിട്ടുന്നത്. അപ്പൊ ലോൺ കിട്ടാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിബിലിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ടിൽ കാണിക്കും. അതായത് ഒരിക്കൽ തെറ്റാണ്, തെറ്റാണ്. ഞാൻ കാണിച്ചു തരുന്നത് സിബിൽ എഫക്ട് ചെയ്താണ്. ഞാൻ സാർ തിരുത്തണം, തിരുത്തണം. സിബിലെ എഫക്ട് ചെയ്യുന്നുണ്ട്. ലോൺ എടുക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി സമയത്താണ് ഇത് സിബിൽ അതിനടിസ്ഥാനത്തിൽ പല ആളുകളും സിബിലില് കാണുന്നില്ല. സിബില് 5, 10 വരെയുള്ള ലോണുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്കിപ്പോ ഒരു സാധാരണ ഒരാളെ പ്രത്യേകിച്ച് വയനാട്ടിലുള്ള ഒരാളെ സാധാരണ ഒരാൾ പോയിട്ട് ഒരു ലോൺ അപ്ലൈ ചെയ്യും. വീടിനുള്ള ലോണായിരിക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്യും. അപ്പൊ അത് പോയിട്ട് 15 ലക്ഷം രൂപയുടെ ലോൺ അപ്ലൈ ചെയ്യും. അയാൾക്ക് ചിലപ്പോൾ 50,000 രൂപയായിരിക്കും വരുമാനം ഉണ്ടാകും. അപ്പൊ ഓൾറെഡി സിബിലില് 50 ലക്ഷം രൂപ ലോൺ കാണിക്കും. പിന്നീട് ലോൺ വീടിനുള്ള ലോണാണെങ്കിൽ പോലും പാസ്സാവില്ല. കാരണം 50 ലക്ഷം ലോൺ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഈ 50,000 രൂപ വരുമാനമുള്ള ആൾക്ക് ഇനി ഒരു ലോൺ കൂടി അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ബാങ്കിൽ നിന്ന് റിജക്റ്റ് ആവുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. ശരി, ഈ ഒരു ഇഷ്യൂ അറിയാമെങ്കിൽ അല്ല, ഈ ഒരു ഇഷ്യൂ അറിയാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടായിരുന്നു പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാൻ? ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് വന്ന അനുഭവം അത് കൃത്യമായിട്ട് ന്യൂസിന്റെ മുമ്പിൽ പറയുന്നത് റെക്കോർഡ് അടക്കം പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നല്ല. സിവിലിൽ കൃത്യമായി എഫക്ട് ചെയ്തിട്ടാണ് അവന് ഇതായിട്ടുള്ളത്. സാറ് വളരെ അടിയന്തരമായി ഇപ്പൊ തന്നെ ശ്രീരാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് ഇറക്കുന്നത്. നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇവര് പറഞ്ഞതുപോലെ നമ്മളിപ്പം വരുന്ന അല്ലാണ്ട് കള്ളന്മാരെ പോലെ നിങ്ങൾ ഇവിടെ വരുന്നവരോട് പറയുക മാത്രമല്ല നിങ്ങൾ ചെയ്യണ്ടേ. നിങ്ങൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് ഇതെല്ലാവരും അറിയിക്കണമായിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂ ചെറിയ കാര്യമൊന്നുമല്ല. എത്ര ആളുകൾ ബാധിക്കുന്ന വിഷയം വിളിച്ചുകൊണ്ടല്ലേ എത്ര ആളുകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പത്രക്കുറിപ്പിറക്കാൻ പോലും ശ്രീരാമിന്റെ ആളുകൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ നാളെ മുതൽ ഈ ബ്രാഞ്ചിൽ നിന്നല്ല, വയനാട്ടിലെ ഒരു ബ്രാഞ്ചുകളും ശ്രീരാം ബ്രാഞ്ചിനെ തുറക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് കാരണം സാധാരണക്കാരെ നിങ്ങൾ കണ്ടില്ലേ, 100 കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ദൈനംദിനം പണിക്ക് പോകുന്ന കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പ്രശ്നവുമായിട്ട് ഈ ബാങ്കിൽ അവരുടെ പണി മുടക്കിയിട്ട് കയറി വന്നിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇഷ്യൂവിന്റെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള മാനന്തവാടിയിലെ ടാക്സി ഡ്രൈവർമാര്, കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അങ്ങനെ 100 കണക്കിന് ആളുകളാണ് ഇവിടെ കയറി ഇറങ്ങുന്നത്. ഇത് ഒരു കാരണവശാലും ഇത് ഇന്ന് പരിഹരിച്ചില്ല എങ്കിൽ നാളെ മുതൽ ശ്രീരാമിന്റെ ഒരു ബ്രാഞ്ചുകളും വയനാട് ജില്ലയിൽ തുറക്കും. എന്തായാലും നിരന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാം ഫിനാൻസുമായി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം. അല്ല എങ്കിൽ നാളെ മുതൽ വയനാട് ജില്ലയിൽ ഒരു ബ്രാഞ്ചുകളും, ഒരു സംശയവും വേണ്ട, ഈ പ്രശ്നം വളരെ അടിയന്തരം. ഏറ്റവും വലിയൊരു കാര്യം, ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നിട്ട് ഒരു പത്രക്കുറിപ്പിലൂടെ പോലും ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട് എന്ന് നാട്ടിലെ ആളുകളോട് പറയാൻ വേണ്ടിയിട്ട് ഇവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ നാളെ മുതൽ ഒരു ബ്രാഞ്ചും വയനാട് ജില്ലയിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ല.
നൂറുകണക്കിനായിട്ടുള്ള ആളുകൾക്കാണ് ശ്രീരാം ഫിനാൻസുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക. നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ടാക്സി ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ ശ്രീരാം ഫിനാൻസുമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ പേരിലാണ് അവരറിയാതെ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ലോൺ കയറിയിട്ടുള്ളത്. ഇത് അങ്ങേ അറ്റത്തെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ശ്രീരാം ഫിനാൻസിൽ ഉണ്ടായിട്ടുള്ളത്. യുവമോർച്ചയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി വരുന്ന ഒരു 7 ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഇവിടുത്തെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം അവരുടെ ലെറ്റർ പാഡിൽ തന്നെ യുവമോർച്ചയ്ക്ക് അവരുടെ രേഖാമൂലം തന്നെ അവർ എഴുതി തന്നിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് ഇവർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ ഈ സ്ഥാപനം എന്നല്ല, വയനാട്ടിലെ ഒരു സ്ഥാപനവും, വയനാട്ടിലെ ശ്രീരാം ഫിനാൻസിന്റെ ഒരു സ്ഥാപനവും തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് യുവമോർച്ച അനുവദിക്കില്ല എന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് കേവലം ഒരു ടെക്നിക്കൽ എററായിട്ടാണ് ഫിനാൻസിന്റെ ആളുകൾ അല്ലെങ്കിൽ ശ്രീരാം ഫിനാൻസിന്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപയാണ് ലോൺ എമൗണ്ടായി ഓരോ അക്കൗണ്ടുകളിലേക്കും കയറി ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള കള്ളപ്പണം ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്ക ഈ ഗുണഭോക്താക്കൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നിർമ്മലാ സീതാരാമൻജിക്ക്, അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പങ്കജ് ചൗധരിക്ക്, എല്ലാ ആളുകൾക്കും പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ നടപടികളുമായിട്ട് മുമ്പോട്ടേക്കും.